നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓസ്ട്രേലിയ സ്വന്തം മണ്ണിൽ ബംഗ്ലാദേശിനോട് 9 വിക്കറ്റിന് പൊട്ടിയതോടുകൂടി WTC ഫൈനൽ സാധ്യതകളാകെ മാറി മറിയുകയാണ്. എന്തും സംഭവിക്കാമെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്ത്യക്കിത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളികൾ വരുന്നുമുണ്ട്. സോ ഒരു ഡയറക്റ്റ് ഫൈറ്റിനുള്ള സാധ്യത അവിടെ വരുന്നു. എന്നാൽ നമ്മൾ നോക്കുകയാണ്, ഇപ്പം ഓസ്ട്രേലിയ 9 കളികളിൽ നിന്ന് 7 വിജയം 2 തോൽവി, 84 പോയിൻറ്റ്, 77.76 അവരുടെ PCT. ഒന്നാമത് ഓസ്ട്രേലിയ തന്നെയാണ്. രണ്ടാമത് സൗത്ത് ആഫ്രിക്ക 4 കളികളെ കളിച്ചിട്ടുള്ളൂ. അവർക്ക് 3 വിജയം 1 തോൽവി, 36 പോയിൻറ്റ്, PCT 75ആണ്. അതുകൊണ്ട് അവർ രണ്ടാമത് നിൽക്കുന്നു. മൂന്നാമത് ന്യൂസിലാൻഡ് 6 കളികൾ കളിച്ചു, 4 ജയം 1 തോൽവി 1 സമനില, 52 പോയിൻറ്റ്, 72.22 PCTയിൽ അവർ മൂന്നാമത്. ബംഗ്ലാദേശ് ഈ കളി ജയിച്ചതോടെ ഇന്ത്യക്ക് മുകളിലാണ്. 5 കളികൾ 3 വിജയം 1 തോൽവി 1 സമനില, 40 പോയിൻറ്റ്, 66.67 PCTയിൽ അവർ നാലാമത്. ഇന്ത്യ അഞ്ചാമതാണ്. 9 കളികൾ 4 വിജയം 4 തോൽവി 1 സമനില, 52 പോയിൻറ്റ്, 48.15 PCTയിൽ നമ്മൾ 5-ാം സ്ഥാനത്താണ്. ശ്രീലങ്ക 41.67 PCT ആറാമത്. ഇംഗ്ലണ്ട് 24.36 PCTയിൽ 7-ാം സ്ഥാനത്ത്. പക്ഷേ ഇംഗ്ലണ്ട് 13 കളികൾ കളിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ 22.22 PCTയിൽ 8-ാമത്. വെസ്റ്റ് ഇൻഡീസ് 20.83 PCTയിൽ 9-ാം സ്ഥാനത്ത്. അവർ 12 കളികളും കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ്? ഈ PCT മെച്ചപ്പെടുത്തണം. ഇപ്പോൾ എന്തും സംഭവിക്കാമെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു കഴിഞ്ഞു. ന്യൂസിലാൻഡിനെതിരെ ഓസ്ട്രേലിയക്ക് കളിയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് കളിയുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇവിടെ തുറക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധ്യതകൾ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. അത് നമുക്ക് ഓസ്ട്രേലിയയുടെ കാര്യം, പിന്നെ ഇന്ത്യയുടെ കാര്യം, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ ഇപ്പം 2 മാച്ച് സീരീസിലെ ഫസ്റ്റ് കളി അവർ തോറ്റതോടുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് WTC ഫൈനലിൻ്റെ കാര്യത്തിൽ ഇവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇതിനു മുമ്പ് 12 പോയിൻറ്റ് മാത്രമാണ് അവർക്ക് ഈ ഒരു WTC സൈക്കിളിൽ നഷ്ടമായിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ദിസ് ഡിഫീറ്റ് അവർക്ക് ഇനി 13 ടെസ്റ്റുകൾ കൂടി കളിക്കാനുമുണ്ട്. അതിൽ 5 എണ്ണം ഇന്ത്യക്കെതിരെയാണ്. അപ്പോൾ 6 വിജയങ്ങൾ 1 സമനില അതുകൂടി ഇനി അവർക്ക് നേടാൻ പറ്റിയാൽ, ഇനിയുള്ള മത്സരങ്ങളിൽ 6 വിജയങ്ങളും 1 സമനിലയും നേടാൻ പറ്റിയാൽ പോലും അവർക്ക് 60% PCTയിലേക്ക് എത്താൻ പറ്റും. ദെൻ അഗെയിൻ ഇന്ത്യയെ കൂടാതെ അവർക്ക് ന്യൂസിലാൻഡിനെതിരെയും മത്സരങ്ങളുണ്ട്. സോ സംഗതി ഇനിയും അവർക്ക് കളിയും സാധ്യത വെക്കേണ്ട ഒന്നാമത് അവർ തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യയും ന്യൂസിലാൻഡും ഒക്കെ നേർക്ക് നേർ വരുമ്പോൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പണി പാളും. ഇന്ത്യയിൽ വന്നിട്ടാണ് അവർക്ക് കളിക്കാനുള്ളത്. സോ അഡ്വാൻറ്റേജ് എന്തായാലും ടീം ഇന്ത്യക്ക് തന്നെയാണ് ആ സീരീസിലുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇന്ത്യയുടെ കാര്യത്തിലോ, ഇന്ത്യക്ക് ഇപ്പോൾ ഈ ശ്രീലങ്കയുമായിട്ട് നടക്കുന്ന ടെസ്റ്റ് പരമ്പര വളരെ ക്രൂഷ്യലാണ്. ഇപ്പോൾ ഇന്നത്തെ കളി ഇതുവരെ കളി നടന്നിട്ടില്ല. ഇന്ന് നമ്മൾ എന്തായാലും 288-ന് 2 ശക്തമായ നിലയിലാണ്. മഴ കളി കൊണ്ടുപോകാതിരിക്കട്ടെ എന്നേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. നമുക്ക് അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല നമ്മൾ ഇതുവരെ ഈ WTC സൈക്കിളിൽ കളിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്ട്രീംലി കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ഇന്ത്യക്ക് 60% പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഇനി 78 പോയിന്റുകളെങ്കിലും നേടിയെടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഇനിയുള്ള 9 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത്. അപ്പോൾ അതിൽ 6 എണ്ണം ജയിക്കുക, 2 എണ്ണം സമനിലയാകുക, അങ്ങനെയെങ്കിലും ചെയ്യണം. അതല്ല 7 വിജയം 1 തോൽവി എന്നത് സംഭവിച്ചാലും മതി. ചുരുക്കി പറഞ്ഞാൽ ഈ കളികളിൽ നിന്ന് തുടരെ വിജയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റായി മാറിയിട്ടുണ്ട്. അതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്ന് മറ്റൊരു കാര്യം. കാരണം 2-0 ഹോം ടെസ്റ്റ് സീരീസ് സൗത്ത് ആഫ്രിക്കയോട് നമ്മൾ കഴിഞ്ഞ നവംബറിൽ പരാജയപ്പെട്ടല്ലോ. അവിടെയാണ് കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളൊക്കെ വിജയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 9 ടെസ്റ്റ് മത്സരങ്ങൾ ഇനി ബാക്കിയുള്ളതിൽ അതിൽ 7 എണ്ണമെങ്കിലും വിജയിക്കേണ്ടതുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ശ്രീലങ്കയുടെ ഈ ഒരു പിച്ചിൽ ഇന്നത്തെ കളി വാഷ്ഡ് ഔട്ടായി പോവുകയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ 3 ദിവസമേ കളി ബാക്കിയുള്ളൂ. ഈ 258 സ്കോർ എന്നുള്ളത് എന്തായാലും അത് മതിയാവില്ലല്ലോ. അപ്പം ഒരു ഹാഫ് ഡേയോ അതിന് മുകളിലോ ഇനിയും ബാറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ കളി മുഴുവൻ വാഷ്ഡ് ഔട്ടായി
നാളെ ഒരു ഹാഫ് ഡേയോ അതിനധികമോ നമ്മൾ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ഉണ്ടാവുക ഒരു 2.5 ദിവസമായിരിക്കും. അതുകൊണ്ട് 2 തവണ ഈ ഫ്ലാറ്റ് വിക്കറ്റിൽ അവരെ ഓൾ ഔട്ടാക്കി കളി ജയിക്കുക എന്നുള്ളതൊക്കെ വലിയ ടാസ്ക്കാണ്. പക്ഷെ എന്തും സംഭവിക്കാം. കാത്തിരിക്കാം. ഇന്നത്തെ കളി മഴ കൊണ്ടുപോകാതിരിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.